ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് രാമശ്ശേരി ഇഡ്ഡലിപ്പൊടിയാണ്. രാമശ്ശേരി ഇഡ്ഡലി തന്നെ വളരെ ഫേമസ്. മൺകലത്തിൽ ഒട്ടും പുളിയില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ നമ്മൾ സാധാരണ ഇവിടങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ഷേപ്പ് അല്ല, അതിന് കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള അപ്പം പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയാണ്. തുണിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി. അതിൻ്റെ മുകളിൽ ഈ രാമശ്ശേരി ഇഡ്ഡലിപ്പൊടിയും കൂടിയും ഇട്ടതിന് ശേഷം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂകി കഴിക്കാൻ നല്ല സ്വാദാണ്. ഈ രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഇത് പാലക്കാടൻ മട്ട അരിയാണ്. ഇത് നമ്മൾ 1 കപ്പാണ് എടുത്തേക്കുന്നത്. ഇത് ഉഴുന്ന്, അത് 1/4 കപ്പ്. ഇത് 1/2 കപ്പ് നമുക്ക് കടലപ്പരിപ്പ് വേണം, പൊട്ടുകടല എന്ന് നമ്മൾ പറയുന്നത്, അത് വേണം. ഇത് കറുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ. ഇത് കുരുമുളകാണ്. കുരുമുളക് 2 ടീസ്പൂൺ. 1 ടീസ്പൂൺ ജീരകം. ഉപ്പ് പാകത്തിന്. നമ്മളൊരു 9 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, അതുപോലെ തന്നെ കായപ്പൊടി വേണം. ഇത് 1 കപ്പ് അരി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ റോസ്റ്റ് ചെയ്തേക്കുന്ന, എണ്ണയൊന്നും ചേർക്കാതെ അരി പൊട്ടുന്നിടം വരെ നമ്മൾ അരി വറുത്ത് വെച്ചേക്കുന്നതാണിത്. ഇത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു 1/2 കപ്പ് പൊട്ടുകടലയാണ്. ഇതൊന്ന് ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക്. ഇത് നമ്മൾ ഈ അരി വറുത്ത് വെച്ചേക്കുന്നതിലോട്ട് തന്നെ പൊട്ടുകടല ഇടുവാണ്. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് വറുക്കണം. ഇത് 1/4 കപ്പ് ഉഴുന്നാണ്. നല്ല ചൂടായ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഉഴുന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്തങ്ങ് മൂപ്പിച്ച് കോരാം. നമ്മുടെ മുളകും അതുപോലെ കറിവേപ്പില ഉഴുന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല മൂത്ത വാസന വരുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് തന്നെ മാറ്റാം. 1 ടേബിൾ സ്പൂൺ എള്ളും അതുപോലെ 2 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകമാണ്. ഇത് മൂന്നും കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് പൊട്ടുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം. ഇതും നമുക്കിതിലോട്ട് മാറ്റാം. ഇത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം. ഏകദേശം 1 ടീസ്പൂൺ കായപ്പൊടി ഇടാം നമുക്ക്. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കണം. ഉപ്പും ഏകദേശം 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതായത് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടിയും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കിയത് രാമശ്ശേരി ഇഡ്ഡലിപ്പൊടിയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല കുരുമുളകിൻ്റെയും അതുപോലെ എള്ളിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലിപ്പൊടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടമാവും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.